അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. റാഹത്തല്ലേ? കുറഞ്ഞ സമയത്തിൽ കൂടുതൽ കാര്യങ്ങളെന്ന മനോഹരമായ ആശയവുമായി വീണ്ടും ഒരു പ്രഭാതത്തിൽ ഒരുമിച്ച് കൂടുവാൻ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് വലിയ തൗഫീഖ് നസീബാക്കി തന്നിരിക്കുകയാണ്. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. പെടുങ്ങനെയുള്ള മരണങ്ങളെ തൊട്ട്, അപകട മരണങ്ങളെ തൊട്ട് അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഖൽബ് നിറച്ച് ദുആ ചെയ്യുന്നവർ, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ, ഇതിനുവേണ്ടി പരിശ്രമിക്കുന്നവർ, ദുആ ചെയ്യുന്നവർ, കാത്തിരിക്കുന്നവർ, എല്ലാവർക്കും എല്ലാവിധ ഖൈറും ബറക്കത്തും അല്ലാഹു പ്രദാനിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന ഏറ്റവും വലിയ സത്യമാണ് മരണം. ഖുർആൻ പറഞ്ഞ എന്താ? കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. എല്ലാ ശരീരങ്ങളും മരണത്തെ രുചിച്ചറിയും. പക്ഷേ എങ്ങനെയാണ് മരിക്കുക, എപ്പോഴാണ് മരിക്കുക എന്ന് നമുക്കറിയില്ല. പക്ഷേ ഇന്ന് നമ്മൾ പഠിക്കുന്ന ഒരു അത്ഭുതത്തിന്റെ പ്രാർത്ഥനയാണ്, ഒരു അത്ഭുത ദിക്റാണ്. ഇതൊരു ദിവസം ഒരാൾ 25 തവണ ചൊല്ലിയാൽ അവൻ വിരിപ്പിൽ കിടന്നു മരിച്ചാലും ശുഹദാക്കളുടെ പേരിൽ ബദറിലും ഉഹദിലും ഹംദക്കിലും തബൂക്കിലും എല്ലാം മരണപ്പെട്ടു പോയ ഷഹീദായ ശുഹദാക്കളോടൊപ്പം അവൻ സ്വർഗത്തിലായിരിക്കുമെന്ന് തമാശക്ക് പോലും കളവ് പറയാത്ത മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച അത്ഭുതത്തിന്റെ പ്രാർത്ഥന നമ്മളൊന്ന് പഠിക്കാൻ പോവാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ. കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ മരണം നമ്മൾ എപ്പോഴും കാത്തിരിക്കേണ്ടതാണ്. മരണത്തെ പ്രതീക്ഷിക്കണം. എപ്പോഴാണ് മരിക്കുന്നറിയില്ല. പ്രഭാതത്തിൽ കണ്ടവരെ വൈകുന്നേരം കാണുന്നില്ല, വൈകുന്നേരം കണ്ടവർ നേരം വിളിക്കുമ്പോൾ പള്ളിയിൽ വിളിച്ചു പറയുമ്പോഴാണ് നമ്മൾ അറിയണേ. മരണം അങ്ങനെയാണ്. ആ മരണത്തെ വേണ്ടി ഒരുങ്ങുന്നവനാണ് ജീവിതത്തിലെ ഏറ്റവും നല്ല ബുദ്ധിമാൻ, ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഒരുക്കി തയ്യാറാക്കുന്നവനാണ് വലിയ വിശ്വാസി എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് എപ്പോഴും മരണത്തെ പറ്റി ഇങ്ങനെ ഓർമ്മപ്പെടുത്തുമായിരുന്നു. കാരണം എന്തേ? നമുക്കറിയാം, മരണചിന്ത എപ്പോഴും അധികരിപ്പിച്ചാൽ അവൻ തൗബയില്ലാതെ മരണപ്പെടൂലെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ മരണത്തെക്കുറിച്ച് ചിന്തിക്കാറുണ്ടോ? അമ്മമാരെ, വെറുതെ മനസ്സിലൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഇന്ന് നമ്മൾ ക്ലാസ് കേൾക്കുന്ന പലരും പല സമയത്താണ് കേൾക്കണേ. ആയിക്കോട്ടെ, എപ്പോഴാണെങ്കിലും ഇന്നത്തെ ദിവസം ഉറക്കം എഴുന്നേറ്റത് മുതൽ 6 മണിക്കാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ആയിട്ടുള്ളത്. 6 മണിക്ക് കേൾക്കുന്നവരുണ്ട് എങ്കിൽ 5 മണിക്ക് എഴുന്നേറ്റവരായിരിക്കും. 1 മണിക്കൂറില്ലേ? ഈ 1 മണിക്കൂറിൽ നമ്മൾ മരണത്തെപ്പറ്റി ചിന്തിച്ചു ഉമ്മ? ചിന്തിച്ചിട്ടുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കി, വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ പോലെ അൽഹംദുലില്ലാ പടച്ചവനെ, ഒരു മരണത്തിൽ നിന്ന് എന്നെ നീ ജീവൻ തിരിച്ചു നൽകിയ അൽഹംദുലില്ലാഹില്ലദി അഹ്യാനാ ബഅദ മാ മാതനാ വലിഹിൻ നുശൂർ എന്ന് നമ്മൾ പറഞ്ഞു. നമുക്ക് ആ മരണത്തെപ്പറ്റി ചിന്തയുണ്ടോ? ഇല്ല. എന്റെ പ്രിയമുള്ളവരെ, ഈ ദുആ നമ്മൾ പറഞ്ഞാൽ അള്ളാഹുവിന്റെ പരിശുദ്ധമായ മുത്തനബി തങ്ങൾ പഠിപ്പിക്കും. നിങ്ങൾക്ക് പ്രതിഫലം കൂടി പറഞ്ഞു തരാം. ഒന്നാമത്തെ പ്രതിഫലം, മരണമെന്ന് അതിനെപ്പറ്റി പറയാൻ പാടില്ല. മരണമെന്ന മലക്കുകൾ നമ്മളെ കുറിച്ച് പറയില്ല. ഈ ദിക്ർ 25 തവണ പതിവാക്കുന്നയാള് മരിച്ചാൽ മലക്കുകൾ പറയും മരണപ്പെട്ടിട്ടില്ല. പിന്നെ ഖുർആൻ പറഞ്ഞെന്താ? വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതം ബൽ അഹ്യാഉം ഇൻദ റബ്ബിഹിം റുസഖൂൻ. അവർ അല്ലാഹുവിന്റെ അടുക്കൽ എന്നും ജീവിച്ചിരിക്കുന്നവരാണ്. നമുക്ക് മരിച്ചു എന്ന് പറയാൻ അവരെ കുറിച്ച് പറയരുത്. അവർ മരണപ്പെട്ടവരല്ല, അള്ളാഹുവിന്റെ അടുക്കൽ എന്ന് ജീവിച്ചിരിക്കുന്നവരാണെന്ന സ്ഥാനപ്പേര് നമുക്ക് കിട്ടുമെന്നാണ് ഒന്നാമത് നേട്ടം. രണ്ടാമത്തത്, പ്രിയമുള്ളവരെ, ജന്നാത്തിലേക്ക്, സ്വർഗത്തിലേക്ക് നേരിട്ട് പ്രവേശനം. ശുഹദാക്കളെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ രക്തത്തുള്ളി ഭൂമിയിലേക്ക് വീണാൽ സ്വർഗം ഉറപ്പായി. എന്തിന്റെ പേരിൽ? ദീനിനെ കാത്തു സൂക്ഷിക്കാൻ. ആ പ്രതിഫലം നമുക്ക് കിട്ടുമെന്നാണ്. നേരിട്ട് സ്വർഗത്തിൽ, വിചാരണയില്ല, ഒന്നുമില്ല, നേരെ സ്വർഗത്തിൽ. എന്ത് പ്രതിഫലം നോക്കി. മൂന്നാമത്തത്, ഖബറിൽ ശിക്ഷയില്ല. നിബിധങ്ങൾ പറഞ്ഞെന്താണെന്നറിയോ? മാ റഅയ്തു മല്ലറൻ ഖത്തു വൽ ഖബറു അഫ്ലഉ മിൻഹു. സ്വഹാബ, നരകം ഞാൻ കണ്ടിട്ടുണ്ട്, സിറാത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, അതുപോലെ നന്മത്തിൽ നമ്മളെ തൂക്കുന്ന മീസാൻ കണ്ടിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ കണ്ടു. എന്നാൽ ഞാൻ നിങ്ങളോട് പറയണം എന്താണെന്നറിയോ? മാ റഅയ്തു മല്ലറൻ ഖത്തു വൽ ഖബറു അഫ്ലഉ മിൻഹു യാ സ്വഹാബ. ഖബറിനേക്കാൾ പേടിപ്പെടുത്തുന്ന ഭീമത്സകമായ മറ്റൊരു രംഗം ഞാൻ കണ്ടിട്ടില്ല. ആ ഖബർ നമ്മളെ കെട്ടിപ്പിടിക്കുമെന്നാണ്. ആ ഖബറിന്റെ കെട്ടിപ്പിടുത്തത്തെ തൊട്ട്, ഖബറിന്റെ ഞെരുക്കത്തെ തൊട്ട്, ഖബറിന്റെ അദാബുകളെ തൊട്ട് അല്ലാഹ് നമ്മളെ രക്ഷപ്പെടുത്തും. അൽഹംദുലില്ലാ. നാലാമത്തത്, ജീവിതത്തിൽ ചെയ്തു പോയ മുഴുവൻ പാപങ്ങളും അല്ലാഹ് പുറത്തു തരികയാണ്. നമ്മൾ പാപം ചെയ്തിട്ടുണ്ട്, പാപത്തിന് കണക്കില്ല. ആ പാപം മുഴുവൻ അല്ലാഹ് പുറത്തു തരാൻ പോവാണ്. അഞ്ചാമത്, സ്വർഗത്തിൽ പ്രവേശനം മാത്രമല്ല, സ്വർഗത്തിൽ ഉന്നത സ്ഥാനം അല്ലാഹ് തരുമെന്നാണ്. ആറാമത്തെ പറഞ്ഞു, ഇത് പതിവാക്കുന്നവന്റെ കുടുംബത്തിന് മുഴുവനും അള്ളാഹുവിന്റെ റസൂൽ ഷഫാഅത്തുണ്ട്. അള്ളാഹുവിന്റെ ഷഫാഅത്ത് അവന് കൊടുക്കാൻ അനുവാദം കൊടുക്കുന്നതാണ്. ഇത് പതിവാക്കിയവന് കുടുംബത്തിൽ ആരെ വേണോ സ്വർഗത്തിൽ കൊണ്ടുപോകാം. ആ അവകാശം കൂടി അല്ലാഹ് കൊടുക്കുന്നതാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
യുദ്ധത്തിന്റെ മഹത്വവും ഷഹീദിന്റെ കൂലിയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്. എന്നിട്ട് അള്ളാഹുവിന്റെ പ്രവാചക നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബ, യുദ്ധം പുരുഷന്മാർക്ക് മാത്രം ഉള്ളതാണ്. യുദ്ധരണാകണ ഭൂമികയിൽ പോരടിക്കാൻ അത് പുരുഷന്മാർക്ക് മാത്രം നിർബന്ധമുള്ളതാണ്. ഇത് കേട്ടപ്പോ മഹദിയായ കിതാബിൽ കാണാം, മഹദേവ കാലത്ത് ആയിഷ റളിയല്ലാഹു അൻഹ, അള്ളാഹുവിന്റെ റസൂലെ, ഈ യുദ്ധരണാകണ ഭൂമികയിൽ അടരാടി ശരീരം ചിന്നിച്ചിതറി മരിക്കുന്നവർക്ക് മാത്രമാണല്ലോ ശുഹദാക്കൾ. അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് ചോദിച്ച ആയിഷ നബിയെ, യുദ്ധരണാകണത്തിൽ ചെന്ന് വെട്ടേറ്റ് ചിന്നിച്ചിതറി കഷണമായി മുറിക്കപ്പെട്ടവർ മാത്രമാണോ ശുഹദാക്കൾ? നബി തങ്ങൾ പറഞ്ഞു, അല്ല. ഇവിടെ അല്ല, അങ്ങനെ അവര് മാത്രമായിരുന്നെങ്കിൽ എന്റെ ഉമ്മത്തിൽ ശുഹദാക്കൾ വളരെ കുറവ് മാത്രമല്ലേ? അല്ല, അല്ലാത്തവർക്കും അള്ളാഹു പ്രതിഫലം കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തു, ഈ ദുആ ഒരു ദിവസം 25 തവണ. അപ്പൊ എന്ത് ചെയ്യണം? നമുക്ക് 5 വഖത്ത് നമസ്കാരമുണ്ട്. 5 വഖത്ത് നമസ്കാര ശേഷം ഓരോ വഖത്ത് ഒരു 5 തവണ ചൊല്ലിയാൽ മതി. അപ്പൊ എത്രയായി? 5+5+5+5+5+5+25 25ആയി. 5 തവണ ആക്കണമെന്നില്ല കേട്ടോ, എത്ര തവണ ചൊല്ലാം, എത്ര അധികരിപ്പിക്കുന്നോ ഈ പറയുന്ന പ്രതിഫലം അത്രയും നമുക്ക് തരും. ഏതാണ് നേട്ടം? ഏതാണ് ദുആ? ഒന്ന് കേട്ടോളി. അല്ലാഹുമ്മ ബാരിക് ഫിൽ മൗതി വഫീമാ ബഅദൽ മൗത്. ഇതായിരുന്നു. പക്ഷെ നമ്മൾ എത്ര പേര് ചൊല്ലുന്നുണ്ട്? ഒന്നുകൂടി കേട്ടോ. അല്ലാഹുമ്മ ബാരിക് ഫിൽ മൗതി വഫീമാ ബഅദൽ മൗത്. അല്ലാഹുമ്മ ബാരിക് ഫിൽ മൗതി വഫീമാ ബഅദൽ മൗത്. അല്ലാഹുമ്മ, അല്ലാഹുവേ, ബാരിക് ഫിൽ മൗത്, എന്റെ മരണത്തിൽ നീ ബറക്കത്ത് തരണം, നീ ബറക്കത്ത് തരണം. വഫീമ, ഒന്നിലും നീ ബറക്കത്ത് തരണം. ഏതൊന്നിലാണ്? ബഅദൽ മൗത്ത്, മരണശേഷമുള്ള യാത്രകളിൽ എല്ലാത്തിലും എന്റെ ബറക്കത്ത് വേണം. ഇത് ചൊല്ലിയിട്ട് ഒരാൾ 25 തവണ പതിവാക്കുകയാണ്. ഈ പതിവാക്കുന്നയാള് ബെഡ്ഷീറ്റിൽ സ്വന്തം വീട്ടിനകത്ത് വിരിപ്പിൽ കിടന്ന് മരിച്ചാലും ബദറിന്റെയും ഉഹദിന്റെയും ഖന്തഖിന്റെയും തബൂക്കിന്റെയൊക്കെ ഖൈബറിന്റെ കോട്ടകൊത്തളങ്ങളെ കിടുകിടാ വിറപ്പിച്ച് ദീനുൽ ഇസ്ലാമിന്റെ നിലനിൽപ്പിന് വേണ്ടി രക്തസാക്ഷികളായ ശുഹദാക്കളുടെ പേരിനോടൊപ്പം വീടിന്റെ ബെഡിൽ കിടന്ന് കട്ടിലിൽ കിടന്ന് മരിക്കുന്നവന് ഈ പ്രതിഫലമുണ്ടെന്ന് മുത്താറ്റ നബി മുഹമ്മദ് റസൂലുള്ളാഹ്. അല്ലാഹുമ്മ ബാരിക് ഫിൽ മൗതി വഫീമാ ബഅദൽ മൗത്ത്. ഒരൊറ്റ വാക്കുകൾ പഠിക്കാൻ എന്തെളുപ്പം. ഉമ്മമാരെ, തഹജ്ജുദിന് ശേഷം ഒരു അധികമായി ചൊല്ലിക്കോ, ഓരോ നിസ്കാര ശേഷം അധികരിപ്പിച്ചോ, യാസീന് ശേഷം ദുആ ചെയ്ത് അങ്ങ് പതിവാക്കിക്കോ. ഇതൊരു വലിയ പിടിവള്ളിയാണ്. നമ്മൾ എങ്ങനെ മരിക്കുന്നുള്ള ഉറപ്പുണ്ടോ ഉമ്മ? എപ്പോഴാണ് മരിക്കുന്ന ഉറപ്പുണ്ടോ ഉമ്മ? എപ്പോഴാണ് മരിക്കാന്നറിയോ വാപ്പ? ഏത് കോലത്തിൽ മരിക്കുമെന്നറിയോ? എങ്ങനെ മരിച്ചാലും അതാണ് അത്ഭുതം. എങ്ങനെ ഇത് പതിവാക്കുന്നവർക്ക് നല്ല മരണം കിട്ടും. ആ മരിക്കുന്നതിന്റെ പ്രതിഫലം അള്ളാഹ് പറയുന്നത് ശുഹദാക്കളുടെ കൂലിയുണ്ടെന്നാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു ദുആ പതിവാക്കുള്ള ഭാഗ്യം തരട്ടെ. അങ്ങനെ മരിക്കാനുള്ള ഭാഗ്യം തരട്ടെ. ഇൻഷാ അല്ലാഹ് ഇതുപോലെയുള്ള നല്ല നല്ല കാര്യങ്ങൾ പഠിക്കാൻ ഈ വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ ഒരു അറിവുമായി വീണ്ടും നമ്മൾ കണ്ടുമുട്ടാം. നമ്മളൊക്കെ ദുആരക്കണം. അതോടൊപ്പം തന്നെ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12 മണിക്ക് ചരിത്രങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു ചെറിയ ചാനലാണ്. അതായത് കുറഞ്ഞ സമയത്തിൽ ചരിത്രങ്ങൾ നിങ്ങളിലേക്ക് കഥ പറയുന്ന ഒരു ചാനലാണ് ബദറിൻ തീരം ചരിത്ര കഥകൾ. ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം രാത്രി 9 മണിക്ക് ബദറിൻ തീരം എന്നൊരു ആത്മീയ മജ്‌ലിസ് ഉണ്ട്. ആ ബദറിൻ തീരം എന്ന ആത്മീയ മജ്‌ലിസിൽ തിബ്ബുസ്സലാത്തും അസ്മാഉൽ ഹുസ്നയും അസ്മാഉൽ ബദറും ആയിരങ്ങൾ സംഗമിക്കുന്ന പ്രാർത്ഥനാ സദസ്സാണ്. ഒരുപാട് രോഗങ്ങൾ മാറിയ, പ്രയാസങ്ങൾ മാറിയ, ബുദ്ധിമുട്ടുകൾ മാറിയ, അത്ഭുതത്തിന്റെ ബദരീങ്ങളുടെ തവക്കുലുള്ള ബദരീങ്ങളുടെ സാന്നിധ്യമുള്ള ഒരു ആത്മീയ മജ്‌ലിസാണ്. എല്ലാ ദിവസവും അസ്മാഉൽ ബദർ ചൊല്ലിയിട്ടാണ് ദുആരക്ക്. അള്ളാഹു സ്വീകരിക്കട്ടെ. ആ മജ്‌ലിസ് നിങ്ങൾ പങ്കെടുക്കണം. അതിൽ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ഇതിലായി എല്ലാത്തിലും പങ്കെടുക്കുകയും ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് പേരുണ്ട്. ഒരുപാട് ആൾ നമ്മുടെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നുണ്ട്. എല്ലാവരുടെയും എല്ലാവിധ വിഷമങ്ങളും വ്യതകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ അല്ലാഹ് മാറ്റി കൊടുക്കട്ടെ. ജീവിതത്തിൽ ബുദ്ധിമുട്ട് പ്രയാസങ്ങളെല്ലാം മാറ്റി തരട്ടെ. നല്ല മരണം തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. എപ്പോൾ മരിച്ചാലും കലിമ പറഞ്ഞ് മരിക്കാനുള്ള ഭാഗ്യം തരട്ടെ. മദീനയിൽ കിടന്ന് മരിക്കാനുള്ള ഭാഗ്യം തരട്ടെ. ജന്നത്തുൽ ബഖയിൽ കിടന്നുറങ്ങാനുള്ള ഭാഗ്യം തരട്ടെ. അള്ളാഹു സ്വീകരിക്കട്ടെ. നിങ്ങളൊക്കെ ദുആരക്കണം. പുതിയ ഒരു അറിവുമായി കണ്ടുമുട്ടാം. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.